രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് നിയമമന്ത്രിയും കേന്ദ്രമന്ത്രി അമിത്ഷായും അറിയിച്ചു. ബില്ലിന് നേരത്തെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഭയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതികൾ അടക്കമുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകിയത്. വിവിധ സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ മറികടന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. മോദി സർക്കാരിന്റെ പ്രധാന രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ വിമർശകർ പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട്. തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ രാജ്യത്തെ ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാന ആശങ്ക. GST അടക്കം സമീപകാലത്ത് നടപ്പിലാക്കിയ പല കേന്ദ്രീകൃത നയങ്ങളുടെ തുടർച്ചയായി ഇതിനെ കാണാം. ഇത് ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് കേന്ദ്രീകൃത യൂണിറ്റി വ്യവസ്ഥയിലേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന്റെ മറ്റൊരു ചുവടുവെപ്പെന്നാണ് പ്രധാന വിമർശനം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുക എന്നതാണ് കേന്ദ്രം ഉയർത്തിക്കാണിക്കുന്ന പ്രധാന നേട്ടം. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ 15 പാർട്ടികൾ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ ആശയം പ്രായോഗികമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമെന്നും വോട്ടർമാർ സ്വാധീനിക്കപ്പെടുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുകൂലികളും പ്രതികൂലിക്കുന്നവരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്? ചിലവ് ചുരുക്കുന്നതിനപ്പുറം ഇതിലെ രാഷ്ട്രീയം എന്താണ്? ഇത് ഫെഡറൽ സംവിധാനത്തെയും രാജ്യത്തെ രാഷ്ട്രീയ വൈദഗ്ധ്യത്തെയും എങ്ങനെയാണ് ബാധിക്കുക? എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നോക്കാം. രാജ്യത്തുടനീളം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതാത് ലോക്സഭ, നിയമസഭ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുക. വർഷങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട്. 2014 BJP സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഈ നയം നടപ്പാക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ ഇതേക്കുറിച്ച് പഠിക്കാൻ നിയമിക്കുകയും എന്തൊക്കെ നിയമ ഭേദഗതികളാണ് ഇതിന് വേണ്ടി വരിക എന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സമിതി മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഭയിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം 2 ഘട്ടമായി പ്രാവർത്തികമാക്കാനാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നത്. ആദ്യഘട്ടമായി ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താം. തുടർന്ന് 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമ കമ്മീഷൻ സമർപ്പിച്ച 170-ാം റിപ്പോർട്ട് മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു. 1999-ലായിരുന്നു ഈ റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ 2015 ശേഷം 3 സമിതികൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 2015 നിയമനീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 2017 നീതി ആയോഗും 2018 നിയമ കമ്മീഷനും ഇവയെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പരിഗണിക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ കേന്ദ്രത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതനുസരിച്ച് ഒരു വർഷം ശരാശരി 5 സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും 5 വർഷത്തിനുള്ളിൽ നടത്തണം. ഇതെല്ലാം ഒരുമിച്ച് നടത്താനാണ് സർക്കാരിന്റെ ആലോചന. ഓരോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുള്ള ചെലവ്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചെലവ് എന്നിങ്ങനെ നോക്കിയാൽ പണച്ചെലവ് ഏറെയാണ്. മുൻപ് 1951, 52, 1957, 1962, 1967 വർഷങ്ങളിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്നാൽ സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ ഒഴിയുന്നതും പുതിയ സംസ്ഥാന രൂപീകരണവും അടക്കമുള്ള കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും പല സമയത്തായി. ഒറ്റ തെരഞ്ഞെടുപ്പിന്റെ നേട്ടങ്ങൾ എന്താണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചെലവ് ചുരുക്കൽ തന്നെയാണ് ഒറ്റ തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന നേട്ടം. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വഴി ചെലവ് കുറച്ച് പൊതുപണം ലാഭിക്കാം. രണ്ടാമതായി, ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം. ഇത് വികസനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരം ഒരുക്കുമെന്നാണ് അവകാശവാദം. ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ ഏർപ്പെടുമ്പോൾ ഭരണപരമായ ചുമതലകളെ ബാധിക്കാൻ ഇടയുണ്ട്. അതിനാൽ ഭരണപരമായ സജ്ജീകരണങ്ങൾ, സുരക്ഷാ സേനകളുടെ അമിത ജോലി എന്നിവ ലഘൂകരിക്കാമെന്നും സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനും ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കും.
ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വഴി വോട്ടിംഗ് ശതമാനം കൂട്ടാം എന്ന നേട്ടവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒറ്റത്തവണ വോട്ട് ചെയ്താൽ മതിയെന്നത് വോട്ടർമാർക്ക് സൗകര്യമാകുമെന്നാണ് അഭിപ്രായം. ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒറ്റ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദം. പഞ്ചായത്ത്, സംസ്ഥാന, ദേശീയം തുടങ്ങിയ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് സാധാരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക. ഒറ്റ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയം വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചേക്കാം എന്നും സംസ്ഥാന പ്രാദേശിക ഭരണം നിശ്ചയിക്കുന്ന വിധിയെഴുത്തുകളെ അത് സ്വാധീനിക്കുമെന്നും ആശങ്കയുണ്ട്. പ്രാദേശിക പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുമോ എന്ന ഭയം പ്രാദേശിക പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ചയാകുന്നതിന് പകരം രാഷ്ട്രീയം കേന്ദ്രത്തിലെ പൊതുവിഷയങ്ങളിലേക്ക് ചുരുക്കും. ഇത് ഫെഡറലിസത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ്. GST, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, ഒരു രാജ്യം ലൈസൻസ് തുടങ്ങിയ പരിഷ്കാരങ്ങളുടെ തുടർച്ചയായി മാത്രമേ പുതിയ നീക്കത്തെ കാണാൻ കഴിയൂ എന്ന വാദവുമുണ്ട്. ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ചില നിയമസഭകളുടെ കാലാവധി കൂടുകയോ ചിലതിൻ്റേത് കുറയുകയോ ചെയ്യേണ്ടി വരും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ കാലാവധി ഇതിനായി കുറയ്ക്കേണ്ടി വരും. ആകെ 18 ഭരണഘടനാ ഭേദഗതികളാണ് തെരഞ്ഞെടുപ്പ് ഒന്നിച്ചാക്കാൻ ആവശ്യമുള്ളത്. ഇതിൽ 2 എണ്ണത്തിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മത്സരം ഒന്നിച്ചാക്കാനാണ് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണ്ടത്. ലോക്സഭയിൽ ഭരണ ഭേദഗതി പാസാക്കാൻ 362 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്ന ബില്ലിൽ ഭരണഘടനാ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഭരണഘടനയിലെ 82 അനുച്ഛേദത്തിൽ 2 വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉണ്ടാകുമെന്നും നേരത്തെ പറഞ്ഞിരുന്നു. പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ഒന്നിച്ച് അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥയാവും ഇതിനായി കൂട്ടിച്ചേർക്കുക എന്ന വാദവും ഉയർന്നിരുന്നു. MP-മാരുടെ സഖ്യ തന്നെയാണ് ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത്. ലോക്സഭയിൽ ബില്ല് പാസാക്കാൻ 362 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ NDAക്ക് 297 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. അതിനാൽ പല പ്രതിപക്ഷ പാർട്ടികളെയും ഒപ്പം കൂട്ടേണ്ടി വരുമെന്നും വിമർശകർ ആഹ്ലാദത്തോടെ ഉന്നയിച്ചിരുന്നു. TMC, DMK എന്നീ 2 പാർട്ടികളുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിലേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കാൻ പറ്റൂ എന്ന് വാദവും ഉയർന്നിരുന്നു. അതിനാൽ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് ചർച്ചയ്ക്ക് വേണ്ടി മാത്രമാക്കാനാണ് സാധ്യത എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം ഇതോടുകൂടി ഇനി വരാൻ പോകുന്ന ദശകത്തിൽ BJPയുടെ അപ്രമാദിത്വം തെരഞ്ഞെടുപ്പുകളിൽ കാണേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. അതുകൊണ്ട് തന്നെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരേ സമയം ഒരേ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നതായും കോൺഗ്രസ് ലോക്സഭാംഗം K. സുരേഷ് പറഞ്ഞിരുന്നു. ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണമെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. എന്നാൽ ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തിയിരുന്നു. ബില്ല് ഡ്രാക്കോണിയൻ ആണെന്നും ഫെഡറൽ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ബില്ലിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഇതിനെ എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ കാരണം പലപ്പോഴും ശ്രദ്ധയും പണവും അനാവശ്യമായി ചിലവാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിൽ കൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. 1970കളിൽ അധികാരം നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ഇടപെടുന്നതുവരെ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.